ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ് പൊളിച്ച്. ബിഗ് ബോസ് അവർക്ക് 7ന്റെ പണി തന്നെ കൊടുത്തത്. കാരണം ജിസേലാണോ ആദിലാണോ ഔട്ടായി പോകുന്നതെന്ന് അറിയാൻ പറ്റാതെ എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഇവർ രണ്ടുപേരുടെയും ബെസ്റ്റ് ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ട്. അനുവും വരുന്നുണ്ട്, ആര്യനും വന്നിട്ട് എന്താണ് അവസാനമായിട്ട് ഇവരോട് പറയാൻ ഉള്ളതെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. പറഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരെയും കണ്ണ് കെട്ടിയ നിലയിൽ അകത്തോട്ട് കൊണ്ടുപോകാം. അതില എവിക്റ്റായി പോവുകയാണെന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസ് എന്നെ നൂറെ ഒന്ന് കാണാൻ അനുവദിക്കുമോ, ഇത് ശരിയല്ല ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരെ അകത്ത് കൊണ്ടുപോയതിന് ശേഷം വീണ്ടും അനുവിനെയും ആര്യനെയും വിളിക്കുന്നുണ്ട്. പ്രധാന വാതിലിൻ്റെ ഫ്രണ്ടിലേക്ക് വരും, ഇവരിൽ ഒരാൾ ഇന്നായിട്ട് അകത്തോട്ട് വരുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ വാതൊക്കെ വന്ന് നിൽക്കുമ്പം ശരിക്കും ആദിലെയാണ് അകത്തോട്ട് കയറി വരുന്നത്. അത് കണ്ട നൂറയും അനുവും വളരെ അഹാപ്പി ആകുന്നുണ്ട്. പക്ഷെ ആര്യൻ അവിടെ ഒന്ന് ശരിക്കും ഡൗൺ ആകുന്നുണ്ട്. ഒരു കൊച്ചുകുട്ടിയെ പോലെ അവിടെ വിഷമിച്ച് കരയുന്നുണ്ട്. പക്ഷെ ജിസേല് വളരെ കൂളായിരുന്നു. ജിസേലിന് കിട്ടിയ 7ന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോടൊന്നും ലാസ്റ്റ് ഒരു വാക്ക് പറയാനോ ബൈ പറയാനോ ഉള്ള അവസരം ബിഗ് ബോസ് കൊടുത്തില്ല. ജിസേല് കരയുവോ വിഷമിക്കുവോ ഒന്നും ചെയ്തില്ല. വളരെ ഹാപ്പിയായിട്ട് ലാലേട്ടൻ്റെ മുന്നിൽ നിന്ന് കിട്ടിയ അവസരത്തിനെ കുറിച്ച് നന്ദി പറയുന്നുണ്ട്. അവൾ വളരെ ഹാപ്പിയായിട്ട് തന്നെയാണ് പോയത്. ശരിക്കും ജിസേലിൻ്റെ മനസ്സിൽ എന്തായിരുന്നു നമുക്ക് ആർക്കും ഇതുവരെയും മനസ്സിലാക്കാൻ പറ്റും.